മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി ഏത് നേരത്താ അമ്മാവൻ പൊട്ടി വീഴാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വന്നാ പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റവും കുറവും കണ്ടുപിടിച്ചുള്ള ചീത്തവിളിയായിരിക്കും മിച്ചം. ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ അവളൊരുത്തി ഉണ്ടല്ലോ, ആ വേണി. ചാര കണ്ണുമായിട്ട് അവളുടെ നടപ്പ്. സമർത്ഥയായിട്ട് തന്നെ അവൾ എനിക്കെതിരെ കരിക്കൽ നീക്കും. അതിനവളെ അനുവദിച്ചാലല്ലേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒന്നും നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഗിൽബർട്ടെ. അമ്മാവനറിഞ്ഞാലേ അവതാളത്തിലാവുന്ന പല കാര്യങ്ങളുണ്ട്. പലതിനും ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതൊന്നും പോരാഞ്ഞിട്ടാ അരയും തലയും മുറുക്കിയിട്ടുള്ള സിഐയുടെ പുറപ്പാട്. നിന്റെ മേലൊരു സംശയം എന്ന സ്ഥിതിക്ക് അയാളിനിത് തീർത്തേ അടങ്ങും. തകിടം മറിയും ഗിൽബർട്ടെ. സത്യാവസ്ഥ മുഴുവൻ അമ്മാവും കൂടി അറിഞ്ഞ അതോടെ തീരുമല്ല. ആലോചിച്ചിട്ട് എനിക്കെന്റെ ചങ്ക് പറഞ്ഞിട്ട് വയ്യ. നാശം. എന്തെങ്കിലും ഒരു മാർഗം നീ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അരുതാത്ത പലതും സംഭവിക്കും. മതി മോളെ, അത് പറ്റില്ല. ഇതും കൂടി അങ്ങ് കുടിക്ക. മതിയായിട്ടാ മോളെ. മതിയാവാൻ ഇതെന്താ? കാഞ്ഞിരവേര് പിഴിഞ്ഞിരുന്നല്ലോ, കരിക്കും വെള്ളമല്ലേ. കുടിക്ക കുടിക്കച്ചാ. വന്നപ്പം മുതല് നീ ഇത് എന്നെ കൊണ്ട് കുടിപ്പിക്കുക. ഇതിങ്ങനെ കുടിച്ച് എത്ര നാള് കഴിയാനാ? ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞതേ അതേപടി അനുസരിക്കാനാ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു വെച്ചാലേ അറിയാലോ അനുഭവിച്ചതൊക്കെ. എന്ന് കരുതി ദിവസവും കരിക്കും വെള്ളവും കുടിച്ച് കഴിയാൻ പറ്റുമോ? അതൊക്കെ കുറച്ച് വേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യം നശിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചെറിയൊരു ജലദോഷപ്പനി പോലും വരാതെ ഇനി ഒരുപാട് കാലം എന്റെ ഒപ്പം ജീവിക്കണ്ടേ അച്ഛന്? ഈ പ്രായം എനിക്കാവുമ്പോഴും എന്റെ ഒപ്പം അച്ഛനുണ്ടാവണം. അതിമോഹമാണെങ്കിലും അതേ എനിക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ളൂ. മോളെ, എന്തു പറ്റി? എന്തു പറ്റിന്ന്? പെണ്ണുങ്ങൾക്ക് പറ്റുന്ന തന്നെ. എന്തിനാടി ഇങ്ങനെ ഒരു കുരുത്തക്കേട് നീ വരുത്തി വെച്ചത്? ഞങ്ങളെയൊക്കെ കൊന്നിട്ടാവാമായിരുന്നല്ലോ നിനക്കിതൊക്കെ. എന്തിനാ എന്റെ ഈശ്വര ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? ചത്ത
ചത്താ മതിയായിരുന്നു എനിക്ക്. അമ്മ ഇനി കരഞ്ഞു വിളിച്ച് എല്ലാരും അറിയിക്കണ്ട. എനിക്കൊരു കുഴപ്പം സംഭവിക്കില്ല. ആർക്കും ഒരു പേരുദോഷം ഞാൻ വരുത്തില്ല. എന്താ പോരെ? എന്റെ ഈശ്വര, എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവയ്ക്കം ശിവശാപം പോലും അമ്മയുടെ മകൾ അറിയല്ല. അത്രയധികം വേദനിപ്പിച്ചു ഞാൻ അമ്മയെ. ഒരുപാട് ധിക്കരിച്ചു. അതിനുള്ള ശിക്ഷ, എന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. ഒടുവിൽ ചേച്ചിയുടെ ഗതികേട് അമ്മയുടെ മൂക്കം വന്നിരിക്കുക. പക്ഷേ ചേച്ചിയെ പോലെ എല്ലാ ദുരിതങ്ങളും താങ്ങി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നെ വഞ്ചിച്ചവനെ എന്റെ മരണത്തിലൂടെ ഞാൻ തോൽപ്പിക്കും. അപമാനവും സഹിച്ച് ആർക്കും ഒരു ഭാരമായി വയ്യമ്മേ. ഇനി ഒരു നിമിഷം പോലും ഈ മണ്ണിൽ കഴിയാൻ എനിക്ക് വയ്യ. അവസാനമായി യാത്ര പറയാൻ വന്നതാ അമ്മയുടെ ഈ നന്ദിനി മോള്. എന്തിനാ എന്നെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോയത്? ഈ കണ്ട സങ്കടം മുഴുവനും ഒറ്റയ്ക്ക് ഞാൻ അനുഭവിച്ചു തീർക്കുന്നു വിചാരിച്ചോ? അതിനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് വയ്യ. എത്ര സ്വപ്നങ്ങൾ കണ്ടതാ നമ്മുടെ മക്കളെ കുറിച്ച്. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് തകർന്നോണ്ടിരിക്കുക. ഇപ്പൊ ഇതാ നന്ദിനി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ അപമാനവും കേട്ട് എത്ര നാൾ ഞാൻ ജീവിക്കണം? പറയണം. എനിക്ക് പറ്റുന്നില്ല. ഞാനും അങ്ങോട്ട് വരാൻ പോവുക.
എനിക്കിവിടെ മടുത്തു. മതി മതി എനിക്കെല്ലാം. നരകത്തിൽ നിന്നും കരകയറ്റിയിടേണം തിരുവയ്ക്കം വാഴും ശിവശംഭോ. ശിവശിവാന്നും പറയാനാണ് മഹാമായ തന്റെ പ്രകൃതികൾ. മഹാമായ മീട്ടിട്ടരുളേണം നാഥ തിരുവയ്ക്കം വാഴും ശിവശംഭോ. ശിവനെ കാണാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ജനിച്ചു നരകവാരീതി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകയറ്റി. അമ്മായി, അമ്മായി, ഇതെന്താ അമ്മായി ഈ ത്രിസന്ധ്യ നേരത്തെ ചോറുണ്ണുന്നേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് എന്തോ വല്ലാത്ത വിശപ്പ് തോന്നി, അതാ. ആണോ? എന്നാലേ ഈ കൈ കൊണ്ട് ഒരു ഉരുളച്ചോറ് എനിക്കെന്താ? എനിക്കുണ്ട് നല്ല വിശപ്പ്. വേണ്ട മോളെ, ഞാൻ നിനക്ക് വേറെ ചോറ് തരാം. ഇത് വേണ്ട. ആഹാ, അതെന്താ പങ്ക് കുറയെന്ന് വിചാരിച്ചോ? അത് സാരമില്ല, അമ്മായി വേറെ വിളമ്പി കഴിച്ചോ, ഇത് ഞാൻ കഴിച്ചോ. വേണ്ട മോളെ, വേണ്ട. എന്താ അമ്മായി, എന്തിനു കരയുന്നേ? ഇത് വിഷം കലർന്ന ചോറ. അമ്മായി, എന്താ ഉണ്ടായേ? എന്തിനമ്മായി ഇതൊക്കെ? ഞാൻ ഇനി എന്തിനാ മോളെ ജീവിക്കുന്നത്? എനിക്ക് മതിയായി. നാണക്കേടും പേര് ജീവിക്കാൻ എനിക്ക് വയ്യ. അതിനിപ്പോ എന്താ ഉണ്ടായി അമ്മായി? ഒന്ന് പറയ്. മോളെ, നന്ദിനി. നന്ദിനി, അവൾക്ക് എന്താ പറ്റിയത്? അവള് നമ്മളെ ചതിച്ചു മോളെ, ചതിച്ചു. അമ്മ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ച് തെളിച്ച് പറ. അവള് ഗർഭിണിയാണ് മോളെ. തൃപ്തിയായല്ലോ നിനക്കിപ്പോ, അല്ലേ? എല്ലാവരും ധിക്കരിച്ച് തന്നിഷ്ടം പോലെ നടന്ന് ഇപ്പൊ എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ സമാധാനായല്ലോ നിനക്ക്? ഉവ്വ, അതിനിപ്പോ ആർക്കാ എത്ര വലിയ നഷ്ടം? വലിയ നഷ്ടം നിനക്ക് തന്നെയാ. ഏതൊരു പെണ്ണിന് സ്വന്തം ജീവനേക്കാളും വിലപ്പെട്ടത് അവളുടെ മാനം. അതിപ്പോ നഷ്ടപ്പെട്ടത് നിനക്കാ എന്ന് എനിക്കും കൂടി തോന്നണ്ടേ? ആത്മാർത്ഥമായി ഒരാളെ മാത്രം ഞാൻ സ്നേഹിച്ചു. അവൻ എന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. നിന്റെ ഈ വിശ്വാസം തെറ്റും നന്ദിനി.
ചതിയും വഞ്ചനയും മാത്രം അറിയാവുന്നവൻ അവൻ. അതറിഞ്ഞുകൊണ്ട് ഇനിയും നീ ഒരു വിട്ടുവേഷം കെട്ടണ്ട. എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. കേൾക്കണം. അത് പറയാൻ എനിക്ക് അവകാശമുണ്ട്. എന്ത് അവകാശം? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതാലോചിച്ച് ആരും തല പുണ്ണാക്കണ്ട. സഹിക്കുന്നില്ലല്ലേ? എന്തുകൊണ്ടും എല്ലാം തികഞ്ഞൊരാൾ എന്നെ സ്നേഹിക്കുന്നുവെന്നും അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്നും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞപ്പോ സ്വസ്ഥതയില്ല നിങ്ങൾക്കല്ലേ? നീ വിചാരിക്കുന്ന പോലെ അല്ല നന്ദിനി. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതിനൊക്കെ ഒരു യോഗം വേണം. നിങ്ങൾക്കതില്ല. ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അല്ല, ഗൗരി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞതിന്റെ വിഷമാണോ? അതിനെന്തിനാ വിഷമിക്കുന്നേ? വിവാഹം കഴിച്ച് നമ്മൾ അവർക്ക് തെളിയിച്ചു കൊടുക്കില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന്? ശാസിക്കാനും ഉപദേശിക്കാനും വന്നപ്പോ ശരിക്കും ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഞാൻ. സ്വന്തം കാര്യം നോക്കാനുള്ള പ്രായമൊക്കെ ആയി. എന്നിട്ട് ഞാനെന്തോ മഹാപരാധം ചെയ്തതുപോലെയാ. ആണെങ്കിലെന്താ, തിരുത്തില്ലേ ഞാനത്? അല്ലേ ഗൗരി? ആ, എന്നാലും പെട്ടെന്ന് അതൊന്നും വീട്ടിലറിയിക്കേണ്ടിയിരുന്നില്ല. ആദ്യം അത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്? അതിന് ഞാനിങ്ങോട്ട് വിളിച്ചു കൂവി അറിയിച്ചതൊന്നുമല്ല. കഷ്ടകാലത്തിന് അമ്മ കണ്ടുപിടിച്ചതാ. അല്ല, ഒന്നോർത്താൽ അത് നന്നായി. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിൽ ഒട്ടും വൈകാതെ ഒരു തീരുമാനം എടുത്തോളൂ. എന്ത് തീരുമാനം? നമ്മുടെ വിവാഹം. അല്ലാതെന്താ? അതിപ്പോ അത്ര പെട്ടെന്നൊന്നും വിവാഹം നടത്താൻ പറ്റിയെന്ന് വരില്ല. അതെന്താ? ഇനി എന്തിനാ വൈകുന്നേ? വിവാഹം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എടുത്തിയാടി ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ. അതിനൊക്കെ കുറച്ച് സമയം വേണം. കുറച്ച് സമയം പറഞ്ഞ നിനക്കറിയാലോ നന്ദിനി, ഒന്നാമതേ ഏട്ടൻ്റെ വിവാഹമായിട്ടില്ല. പിന്നെയാണെങ്കിൽ വേറെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ട്. എന്തിനിപ്പോ അതൊക്കെ അറിയുന്നേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതുവരെ. ഇപ്പൊ എന്താ നിനക്കൊരു മാറ്റം? എന്ത് മാറ്റം? വിവാഹം നടക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ. എങ്കിൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വിവാഹത്തിനുള്ള സമയമാവും വരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നും കൂടി പറ ഗൗരി. എന്താ ഞാൻ ചെയ്യണ്ടേ? അതിനെ നമുക്കങ്ങ് നശിപ്പിക്കാം. എന്താ നീ പറഞ്ഞേ? നശിപ്പിക്കേ?